ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കാതെ കുറിയ ചാറോടുള്ള ഒരു അയിലക്കറി ഉണ്ടാക്കുന്ന കാണിക്കുന്നത് വീഡിയോ കാണാം. 1/2 കിലോ അയില വാങ്ങിയത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 4-5 ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത്. അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരുവിധം കട്ടിയിൽ ഇതുപോലെ വേണം അരച്ചെടുക്കേണ്ടുന്നത്. ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തൊന്ന് ചുവക്കാൻ തുടങ്ങുമ്പോൾ 4-5 ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റണം, പച്ചമണം പോകുന്നത് വരെ. വഴന്നിപ്പോൾ എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ഇനി 1/4 ടീസ്പൂൺ കല്ലുപ്പും കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ചേർത്ത് അരപ്പെല്ലാം ഒന്ന് വെന്ത് കുറുകി വരുന്നത് വരെ അടച്ച് വയ്ക്കാം. ഇപ്പം ചാറൊക്കെ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 7 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ച് വെച്ച ശേഷം വീണ്ടും തുറന്ന് ഒരു 5 മിനിറ്റും കൂടെ വയ്ക്കാം. അയലയുടെ തലയും വയറും മുട്ടയൊക്കെ ഉപയോഗിക്കും. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് മസാല എല്ലായിടത്തും പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. ഇപ്പോൾ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി 7 മിനിറ്റ് ഇതുപോലെ നമുക്ക് അടച്ച് വയ്ക്കാം. മീനിൻ്റെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് പിളർത്തിയും കൂടെ ചേർക്കാം. നല്ലൊരു മണം കിട്ടും. കൂടെ കുറച്ച് കറിവേപ്പില. എരിവും പുളിയും ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇറക്കി വയ്ക്കാം. 2-3 മണിക്കൂറെങ്കിലും ഇതുപോലെ വെച്ചിട്ട് വേണം മീൻ കൂട്ടി നോക്കേണ്ടത്. അപ്പം മസാലയൊക്കെ നന്നായിട്ട് കഷ്ണത്തിൽ പിടിച്ചിട്ടുണ്ടാവും. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മീൻ കൂട്ടാനായത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.